എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇടാറ്. അപ്പോൾ ഇന്ന് അതല്ല കേട്ടോ, ഇന്നൊരു ഓർഗനൈസ് ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ടാബിളിൻ്റെ റിവ്യൂ പറയുന്നതായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും വേണം. അങ്ങനെ ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോൾ 1 മന്തായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ 10K എബോവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടാബിൾ ഈ കാണുന്ന ഈ ഒരു ടാബിളായിരുന്നു. അപ്പോൾ ഇതിലായിരുന്നു ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വൈറ്റ് ടാബിൾ വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നേരത്തെ കാണിച്ച ആ ഒരു ടാബിളിൽ ഞാൻ ഒരു വൈറ്റ് ക്ലോത്ത് ഇട്ടിട്ടാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ടാബിൾ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റും വുഡൻ കളറും മിക്സ് ആയിട്ട് വരുന്നൊരു ടാബിളാണ്. കൂടുതലായിട്ട് വൈറ്റ് ആണ് ഇതിൽ വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഒരു ധൈര്യത്തിൽ അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടാബിൾ വരുന്നത്. അതും പീസായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ടാബിളായിട്ടല്ല വരുന്നത്, ഓരോ പീസസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടാബിൾ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആൾ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ അന്ന് ഭയങ്കര മഴയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ റോഡിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഫിറ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ വന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ ആ ബോക്സ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ബോക്സ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അതുമല്ല പീസായിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് നമുക്ക് കണ്ടിട്ടും വലിയ കാര്യമില്ല. അവർ ഡ്രിൽ ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയപ്പം 5804 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. 5800 സംതിങ് തന്നെയാണ്, ഒന്ന് കുറച്ചൊരു മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ ആ പഴയ ടാബിളിൽ നിന്ന് ഈ ഒരു ടാബിളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡെസ്ക് ടൂർ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഡ്രോയേഴ്സും മാർക്കേഴ്സും എന്തൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് നിങ്ങൾ പറയുമ്പോഴേ എൻ്റെ മനസ്സിലൊരു ടാബിൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നൊന്നും വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇനി എന്താണെങ്കിലും ഒരു ഡെസ്ക് ടൂറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ആ ടേബിളിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട്. ഇനിയും എനിക്ക് എൻ്റെ ടേബിളിൽ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഷോർട്സിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഹായ് പറയുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഹായ് പറയാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ഷോർട്സ് മാക്സിമം പോയാൽ 1 മിനിറ്റാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലാണല്ലോ നെയിം പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പേരൊക്കെ ഞാൻ പറയും. ചിലർക്കൊക്കെ ഭയങ്കര സങ്കടം, അവരെ പേര് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാണ്ടിരിക്കുക. എന്താണെങ്കിലും ഓരോ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ പേര് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക. പിന്നെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ പുതിയ വീഡിയോയിലൊക്കെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്ത് അവരുടെ നെയിമും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ പേരൊക്കെ എടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും പേര് വരും. പിന്നെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ലോങ് വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. ലാസ്റ്റാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നത്. മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ലുക്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ.